ഹായ് ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു പ്രോഡക്റ്റ് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റിയാണ്. നേരത്തെ പല സ്ഥലത്തു നിന്നൊക്കെ വാങ്ങിച്ച് നോക്കിയിട്ടുണ്ടെങ്കിലും വലിയ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റിന് എന്തോ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം എണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ എണ്ണ ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോഴേക്കും നമുക്ക് ഈ ഒരു പാക്കറ്റായിട്ട് പൊട്ടിച്ചെടുക്കാം. ഞാനിപ്പോൾ നിലവിൽ 2 പാക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും ഒരു പാക്കറ്റും പിന്നെ മറ്റു പാക്കറ്റിൻ്റെ പകുതി മാത്രമേ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ തന്നെ കുറേ ക്വാണ്ടിറ്റി ഉണ്ടാവും. പിന്നെ ഇത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ പ്രത്യേകത കുറച്ച് കൂടുതൽ നേരം ഇരുന്നാലേ ചൂടായി കിട്ടുള്ളൂ. ചൂടായി കഴിഞ്ഞാൽ കുറേ നേരം ചൂട് നിൽക്കും. പിന്നെ നിങ്ങൾക്ക് എൻ്റെ എണ്ണ ചൂടാവുന്നതിൽ നിഴൽ കാണാൻ പറ്റുന്നുണ്ടാവല്ലേ, വിൻഡോയുടെ. അപ്പോൾ അതിലൊരു ഗസ്റ്റ് വന്നിരിക്കുന്നുണ്ട്. ഈ ഒരു ഗസ്റ്റ് നമ്മുടെ വീട്ടിൽ ശല്യമായിട്ട് എപ്പോഴും വരുന്നതാണ്. ഇവനും കുറേ ഫ്രണ്ട്സും ഉണ്ട്. ഇതിന് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാവേ. നമുക്കെന്തായാലും നമ്മുടെ പരിപാടിയിലേക്ക് തിരിച്ചു പോകാം. എണ്ണ ചൂടായോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണം ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കി എണ്ണയിലേക്ക്. പക്ഷേ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടതല്ലോ. അത് മാറ്റി വെച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള മുഴുവനെയും കൂടെ എടുത്തിടാം. അതിനുവേണ്ടി ആദ്യം ഞാനൊരു പാക്കറ്റിലുള്ളതായിട്ടത്, പാക്കറ്റിലുള്ളതിന് ഫുൾ ഇട്ടിട്ടുണ്ട്. അപ്പോഴേക്കും അതിങ്ങനെ പൊങ്ങി നമ്മുടെ പോപ്കോണൊക്കെ പൊങ്ങി വരുന്നത് പോലെ വരുന്നുണ്ട്. അപ്പോൾ അതേ ഫ്രൈ ചെയ്തെടുക്കുക. അത് ഞാൻ ഫ്രൈ ചെയ്ത് വന്നപ്പോഴേക്കും ചെറുതായിട്ട് ഇതിൻ്റെ കളറൊക്കെ ബ്രൗണായി വരും. പക്ഷെ നമുക്ക് എല്ലാ സൈഡും ഒക്കെ വെന്ത് വരേണ്ടതുകൊണ്ട് പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി വരുമ്പോഴേക്കും സംഭവിക്കുന്നതാണ്. പിന്നെ ചിലതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറിച്ച് പോയിട്ടുണ്ട്. മാക്സിമം ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ എല്ലാ പോർഷനിലും എണ്ണയുടെ ആ ഒരു ടച്ച് വന്നാൽ മാത്രമേ ഇത് നന്നായിട്ട് ഇങ്ങനെ വീർത്ത് വരുള്ളൂ. അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാൻ. ലൈറ്റ് ആയിട്ട്, അതായത് സ്ലൈറ്റ്ലി ഒരു ബ്രൗൺ ഷെയ്ഡായി പോയാലും കുഴപ്പമില്ല, കരിഞ്ഞു പോകാതെ നോക്കിയാൽ മതി. അങ്ങനെ എന്തായാലും ആദ്യത്തെ സെറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ സെറ്റ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ എണ്ണയിലിട്ട് നമ്മളെപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കുറച്ച് നേരം പോലും അതിനെ വെറുതെ വെക്കരുത്. വെറുതെ വെച്ചാൽ അത് കരിഞ്ഞു പോവും. മാത്രമല്ല ഇതിൻ്റെ എല്ലാ സൈഡിലും ആ എണ്ണയുടെ ആ ഒരു ഇത് വരണം എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഇളക്കി കൊടുക്കുക. പിന്നെ അതിനിടയ്ക്ക് നമ്മുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ആ പാത്രത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പുറത്തേക്ക് പോവുകയാണെങ്കിൽ അതിനെടുത്ത് തിരിച്ച് ചട്ടിയിലേക്ക് തന്നെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇത് ഏതായാലും ഏകദേശം റെഡിയായി വരുന്നുണ്ട്. കുറേശ്ശൊക്കെ റെഡിയായി, ചിലതിൻ്റെയൊക്കെ സൈഡൊക്കെ റെഡി ആവാനുണ്ട്. അപ്പോൾ റെഡിയായി വന്നതിനെയൊക്കെ ഞാൻ പതിയെ കോരി എടുക്കുവാണ്. ഇത് പല ഷേപ്പിൽ കിട്ടും. ഇതൊരു ബാറ്റിൻ്റെ ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഈ ഒരു ഷേപ്പിലുള്ള ഈ ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിയതാണ്. ഞാൻ ഇത് കൂടാതെ വേറൊരെണ്ണം കൂടെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഫ്രൈ ചെയ്യൽ പരിപാടി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ചേർത്താൽ മതി. എനിക്ക് കുറച്ച് എരിവും കൂടെ ഉള്ളത് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി. അപ്പോൾ ഏതായാലും നമ്മുടെ ഒരു ഗസ്റ്റിനെ ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നു. നമ്മുടെ ചട്ടിയിൽ എണ്ണയുടെ നിഴലിൽ വന്ന് ഗസ്റ്റ് ഇതായിരുന്നു. അപ്പോൾ എന്തായാലും ഇവൻ കുറേ നേരം ഇരുന്നല്ലേന്ന് ഓർത്ത് ഞാൻ ഇവനെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. അവൻ കുറേ നേരം അതിനിങ്ങനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് നിൽക്കുവാണ്, എടുക്കണോ വേണ്ടയോ എന്നാണ്. ഫോർമാലിറ്റി കണ്ടാത്തൊന്നും ഒന്നും എടുത്ത് കഴിക്കാത്ത പോലെ. നമ്മൾ അങ്ങോട്ട് മാറുവാണെങ്കിൽ എല്ലാം എടുത്ത് കഴിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നവരാണ്. പിന്നെ എന്തായാലും അത് എടുത്ത് കഴിക്കാൻ വേണ്ടി അവൻ്റെ ഏതൊരു ഫ്രണ്ട് വന്നു. ആ ഫ്രണ്ട് എങ്ങാനും എടുത്താലോ എന്നുള്ള പേടിച്ച് സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. എന്നാലും കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും കൂടെ കൺഫ്യൂസിങ് ആയിട്ട് നോക്കി. പിന്നെ ഫ്രണ്ട് എങ്ങാനും എടുത്തുകൊണ്ട് പോയാലോ എന്നോർത്താൻ വേഗം അത് എടുത്തുകൊണ്ട് പറഞ്ഞു പോയി. കിളിക്കുട്ടിക്ക് വേണ്ടത് കിളിക്കുട്ടി കൊണ്ടുപോയി. നമുക്കുള്ള കഴിച്ചു നോക്കിയിട്ടില്ലേ. നല്ല ക്രിസ്പിയായിട്ട്. അപ്പോൾ നമുക്ക് കൊടുത്ത് കഴിക്കാം. ഞാൻ ബൈ പറഞ്ഞുകൊണ്ട് നിങ്ങളാരും പോവല്ലേ. ആദ്യത്തെ സെഷനേ കഴിഞ്ഞുള്ളൂ. ഇനി ഞാനൊരു ലേസ് വാങ്ങിയില്ലായിരുന്നു. ആ ലേസ് കൊണ്ട് ഞാനൊരു ചാട്ട് ഉണ്ടാക്കുന്നുണ്ട്. അനിയത്തി വന്നപ്പോഴേക്കും ഞാനും അച്ചുവും പപ്പായും കൂടെ സ്നാക്സും അതും ഇതൊക്കെ വാങ്ങിക്കാൻ പോയപ്പോഴേക്കും ലേസ് കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അച്ചുവിന് ലേസ് വെറുതെ കഴിക്കാനാണ് ഇഷ്ടം. പക്ഷേ എനിക്കും അമ്മയ്ക്കും ലേസ് വെച്ചൊരു ചാട്ട് ഉണ്ടാക്കി കഴിക്കാനാണ് ഇഷ്ടം. ഞാൻ തന്നെ അങ്ങനെയൊക്കെ പേരിട്ടേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. ചിലരൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ടായിരിക്കും. പക്ഷെ ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നത് ആദ്യം ലേസ്, പിന്നെ മല്ലിയില, തക്കാളി, സവാള എന്നിവ എടുക്കുന്നുണ്ട്. പിന്നെ 20 രൂപയുടെ ഒരു പാക്കറ്റ് ലേസാണ് എടുത്തത്. അതുകൊണ്ട് ഞാൻ വലിയ സവാള ആയതുകൊണ്ട് അതിൻ്റെ പകുതി സവാളയും തക്കാളിയുടെ തൊലി കളഞ്ഞിട്ട് ഒരു മുഴുവൻ തക്കാളിയും കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും തക്കാളിയും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ സവാളയുടെയും തക്കാളിയുടെയൊക്കെ ടേസ്റ്റ് എന്തോരാണോ ഇഷ്ടം അതനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഒത്തിരി ആഡ് ചെയ്യുന്നില്ല. ഒരു തക്കാളി, നല്ല പഴുത്ത തക്കാളിയായിരുന്നു. അതും സവാളയും ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ് ആഡ് ചെയ്യുന്നത്. അത് ആ ബൗളിൽ ആഡ് ചെയ്ത ശേഷം പിന്നെ നമ്മുടെ മല്ലിയില നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത ശേഷം, മണ്ണൊന്നും ഉണ്ടാവരുത്, നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ വേരിൻ്റെ പാർട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതുപോലെ കുനുകുനുകുനാന്നരിഞ്ഞെടുത്തിട്ടുണ്ട്. ശേഷം അതും കൂടെ ഈ തക്കാളിയും സവാളയും ആഡ് ചെയ്തിരിക്കുന്നതിലേക്ക് ആഡ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് മല്ലിയിലയും ചേർക്കാം. എനിക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്, അമ്മയ്ക്ക് ഇഷ്ടമാണ്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ്,
ഒത്തിരി വേണ്ട, കുറച്ച് മാത്രം ചേർത്താൽ മതി. വളരെ കുറച്ച് എമൗണ്ട്, ഞാൻ ആ സ്പൂണിൽ കാണിക്കുന്ന ഒരു എമൗണ്ടില്ല, അത് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ മല്ലിയിലയോട് ഇഷ്ടം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മല്ലിയിലേനെ വാരിക്കോരി ഇടുന്നുണ്ട്. പിന്നെ ഇതിനെ നന്നായി സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്തിട്ടുള്ളതാണല്ലോ, ആ ഉപ്പ് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിനെ നന്നായി മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റിനെ കൊണ്ടുവരുന്നുണ്ട്. അത് വേറൊന്നുമല്ല, മിക്സ്ചറാണ്. മിക്സ്ചർ അപ്പുറത്തെ ടിന്നിലിട്ട് വെച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ മിക്സ്ചറിനെ എടുത്ത് കാണിക്കാതിരുന്നത്. ഇവിടെ മിക്സ്ചർ ലൂസായിട്ടാണ് വാങ്ങിക്കുന്നത്. മിക്സ്ചറിൽ കപ്പലണ്ടി കൂടുതൽ ആഡ് ചെയ്താണ് വാങ്ങിക്കുന്നത്. ഇവിടെ എല്ലാവർക്കും മിക്സ്ചർ കഴിക്കുന്നത് കപ്പലണ്ടി കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് പോലെയാണ്. കപ്പലണ്ടിയാണ് എല്ലാവരുടെയും ഫേവറേറ്റ്. മിക്സ്ചറും കൂടെ ആഡ് ചെയ്തിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻറ്റിനെയും കൂടെ ചേർത്ത് സെറ്റായി. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ ലേസിനെ എടുത്തിട്ടുണ്ട്. ടൊമാറ്റോ ഫ്ലേവേർഡ് ലേസ് എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ആ ലേസിനെ നമ്മൾ പൊട്ടിച്ച ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൈകൊണ്ട് തന്നെ ഇങ്ങനെ പൊടിച്ച് ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചും നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു മോഡ് ഓഫ് ചാട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും നല്ലത് ടൊമാറ്റോ ഫ്ലേവേർഡ് റൈസ് എടുക്കുന്നതാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടം അമേരിക്കൻ ക്രീം ഒനിയൻ, അതായത് നമ്മുടെ പച്ച ലേസിനെയാണ്. പക്ഷേ ഇതുണ്ടാക്കാൻ വേണ്ടി എനിക്ക് ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ടൊമാറ്റോ ഫ്ലേവേർഡ് ലേസാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ വാങ്ങിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ സ്പൂൺ കൊണ്ട് ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഏറ്റവും അവസാനം ഈ ലേസ് ചേർക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, അല്ലെങ്കിൽ ഇത് ഈ തക്കാളിയുടെയും സവാളയുടെയും കൂടെ കുറേ നേരം കിടക്കുവാണെങ്കിൽ തണുത്ത രീതിയിലായി പോവും. പക്ഷേ അതിൻ്റെ ക്രിസ്പിനെസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവസാനം ലേസ് ചേർക്കുന്നത്. പിന്നെ ഈ ലേസ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം ഒത്തിരി നേരമൊന്നും വെക്കരുത്, അപ്പം തന്നെ കഴിച്ചോണം. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ടേസ്റ്റും കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ ആകെ ഒരു തണുത്ത് ആ ലേസിൻ്റെ ടേസ്റ്റ് എല്ലാം നഷ്ടപ്പെടും. അവസാനം കുറേ മല്ലിയിലയും കൂടെ അരിഞ്ഞിടുന്നുണ്ട്. കാര്യം ഇവിടെ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടം മല്ലിയിലയാണ്. അപ്പോൾ അതുകൊണ്ട് മല്ലിയില നന്നായിട്ട് തന്നെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സായി. ഇനി ഇത് കഴിച്ചാൽ മതി. അപ്പോൾ ഞാനിതൊന്ന് കഴിച്ചിട്ട് വരട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് ആരെങ്കിലും ഉണ്ടാക്കാറുണ്ടോ നിങ്ങളുടെ വീട്ടിൽ? ഇങ്ങനെ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. പിന്നെ ഇതൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.